സോ ഹേ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ബേബി ഇൻ യെല്ലോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ട് 3 ആണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. ആക്ട് 3 ദ ക്യാറ്റ്. ഓക്കെ, അപ്പോൾ പ്രസ് ഹിയർ ടു സ്റ്റാർട്ട്. ഓക്കെ, Crown Child Care, the gold standard in Crown Child Care, the gold. New client message. Client message. I just got home and your sitter has walked out. They were supposed to feed him. He needs a... ബേബി സിറ്റർ വന്നു. എടാ, അപ്പൊ ഇപ്പൊ ഉറപ്പിച്ചിട്ടുണ്ടാവും ഇത് നമ്മുടെ ബേബിയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ബേബിയുടെ കേട്ടില്ലേ? ഭയങ്കര സൗണ്ട്, എന്തോ എക്കോ കടിക്കുന്നു. എന്താ ബ്ലാക്ക് ആയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഷൂടാ, ഈ വീട് മൊത്തത്തിൽ ഭയങ്കര ഡാർക്ക് ബ്ലൂ കളർ ലൈറ്റൊക്കെ അടിച്ചു. ഇത്രയും നല്ലൊരു അപ്പാർട്ട്മെൻറ്റിൽ എന്താ ലോക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്. ഫ്ലൈലാണ് മറ്റേ ക്യാറ്റിൻ്റെ സ്റ്റെപ്പാണ് മറ്റേ ഫുട് പ്രിൻ്റ് നടത്തത്. ഫുട് സ്റ്റെപ്പ്. എടാ, ഇത് നമ്മളെ പെറ്റാണ്. എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ തോന്നി ബേബി ഇപ്പോൾ പുറകെ വരുന്ന. ഓക്കെ, ഇത് ഫുട് പ്രിൻ്റ് എന്തോരം. ഇത് എന്താ ഇവിടെ ഒരു ഒറ്റ സെക്കൻഡിൽ ഈ പൂച്ച എങ്ങനെ ഇവിടെ വരെ വന്നേ? അപ്പം ഇനി തിരിച്ചു പോകണോ? ഇതെന്താ? അതെന്താ? ഗൈസ്, അടുത്തെന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ആണ് കേട്ടോ. നോക്കാം. അവിടെ ആ ക്യൂരിയോസിറ്റി താഴെയാണെങ്കിൽ നമ്മൾ വായിച്ചില്ല. എവിടാ ഇത്? എനിക്കറിയാം, ഇത് ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കിതറിയാം, എനിക്കിത് മൊത്തം അറിയാം. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൗണ്ട് ഒക്കെ വലിയ കാര്യമാക്കണേ, എല്ലാ വീഡിയോക്കത്തും പറയുന്നതാണ്. എന്താ ഈ ബുക്കൊക്കെ എടുത്ത് ഇനി കറക്റ്റ് ആക്കണം. അത് ഏത് പ്ലേസിലാണ് വെക്കണ്ടേ? പ്ലേസ് ബുക്ക്. ഓക്കെ, ഫസ്റ്റത്തെ കറക്റ്റായി. ഇനി അത് സെക്കൻഡ് ബുക്ക്. ഓക്കെ, ബുക്ക് കിട്ടി. ഈ ബുക്ക് ഇവിടെയാണ് വെക്കേണ്ടതെന്ന് തോന്നുന്നു. അല്ല, ഇവിടെയല്ല, അപ്പം ഇവിടെയാണെന്ന് തോന്നുന്നു. അല്ലടാ, ഇത് അതിനുള്ള ബുക്കല്ല. അടുത്ത ഒരെണ്ണം ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് അല്ല, ഇത് ഇപ്പോൾ ഇത് കറക്റ്റായി. അപ്പോൾ ഇത് ഇനി ഇവിടെ വെക്കണം. അല്ലേ എടാ, ഇതൊക്കെ അപ്പം വേറെ ബുക്ക് എവിടെയാ? അപ്പോൾ അപ്പോൾ വേറെ അപ്പോൾ ഇതല്ലേ? അതേ ഇരിക്കുന്നു, ഇതല്ലേ? കണ്ടോ? അപ്പോൾ അവിടെ വെക്കേണ്ട ഈ ബുക്കായിരുന്നല്ലേ, മറ്റേ ബുക്കല്ല. ഓക്കെ, എടാ പൂച്ച അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചാടി പോകുന്നതാ. എന്താ മറ്റേ ഈ സംഭവം? ഇതടുത്ത് ഇതിലേക്ക് ഇടണം. അത്രേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് കാണാപ്പാടമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എടാ, സത്യം പറഞ്ഞാൽ ഈ കളിക്കുമ്പോൾ എപ്പോഴും വരും ഈ ബ്ലാക്ക് ക്യാറ്റ്. ഇതിലും വേറെ വൈറ്റ് റാബിറ്റ് ആയിരുന്നു. എടാ, ഇവിടെ തുറന്നിട്ടുണ്ടല്ലോ. ഇതെന്താ? അതൊന്നും സംഭവിച്ചു. എടാ, ഇത് തുറക്കാവോ? തുറക്കാല്ലേ? ലോക്ക്ഡ്. ഇത് ഓപ്പൺ. ഇത് ക്ലോസ് ചെയ്യാനാ? എടാ, എന്താണ് ഒരു സൗണ്ടൊക്കെ? നമ്മളെന്നിട്ട് ഇപ്പുറത്തെത്തിയാ? ഇതെന്താണ് ഇങ്ങനെ സൗണ്ട് കേൾക്കണേ? ഇതിൻ്റെ ആയിരുന്നു. അയ്യേ, വെറുതെ എന്താ ഇതൊരു റോബോട്ടാണല്ലോ.
ഓ എടാ ഇത് നമ്മളെ മറ്റേ മുറി കണ്ടതല്ലേ? എനിക്കറിയാം. ഇതല്ല, ഇതിൻ്റെ അങ്ങേറ്റത്താ. ഓക്കെ ഇവിടെ ഇത് ബാറ്ററി ഇതാണ് മറ്റേ ഈ സാധനമാണ് നമ്മളവിടെ ആ റോബോട്ടിൻ്റെ അവിടെ കണ്ടത്. അപ്പോൾ ഇതാണ് ബാറ്ററി. അപ്പോൾ ഇത് വെക്കണം. ഇൻസേർട്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവനെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് കറക്റ്റ് ആക്കണം. എനിക്ക് തോന്നുന്നത് ഇവൻ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഇതിൻ്റെ ഈ റോബോട്ടിൻ്റെ പേരെന്താ? ഇത് വേണ്ട, ഇതിന് കോഫി ഒന്നും വേണ്ട. ബാറ്ററി വെച്ചാണ് സ്ക്രൂ. ഇത് ഇതിന് വേണ്ട. അപ്പോൾ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്, ബാറ്ററി ബോട്ടല്ല. ബാറ്ററി ഒരെണ്ണം ഇതിന് ഓൾറെഡി ഒരു ബാറ്ററി ഉണ്ട്. ഇതും വേണ്ടേ? പിന്നെ വേണ്ടേ? വേണ്ട. ഇനി ഇതിനകത്ത് ഞെട്ടുമെല്ലാം വേണം. ഓ എടാ ഇതെനിക്കിപ്പോൾ മനസ്സിലായി. മറ്റേ ഇതിൻ്റെ അടിയിൽ വെക്കുന്ന സാധനം. എനിക്കിപ്പോൾ പിടികിട്ടി. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ സാധനം? ഇവനടിയിൽ ഇതിൻ്റെ എടാ ഇതെനിക്ക് മനസ്സിലായില്ല. ഇത് ഏത് വഴി കൂടെ നമ്മൾ പോകണ്ടേ? ഞാൻ ഇതിലൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒരു കാര്യം, ഞാൻ ന്യൂട്ടൺ എടുക്കാൻ പോണ്. ഈ റോബോട്ടിൻ്റെ പേര് എന്താ? നമ്മൾ പുതിയതായിട്ടൊരു പേരുണ്ടോ അവന്? ഓ എടാ ഇവിടെ ഇവനെ വെക്കണം. ന്യൂട്ട്. ഇവൻ്റെ പേര് ന്യൂട്ടനാണ്. ഞാൻ കുറച്ച് മുമ്പ് കൂടെ പറഞ്ഞെന്ന് തോന്നുന്നു. അതെ ന്യൂട്ടൻ. പിന്നെ ഇവൻ്റെ ഒരു ന്യൂട്ടനാണ് കേട്ടോ. ഓക്കെ. അയ്യോ എടാ ഫസ്റ്റ് പോയി. ഓക്കെ ചാർജായി. ഓക്കെ രണ്ടാമത്തെ കംപ്ലീറ്റ് ആയി. ഓക്കെ അത് ഭയങ്കര എളുപ്പമായിരുന്നു. ഓക്കെ രണ്ടെണ്ണം കംപ്ലീറ്റ് ആയി. കറക്റ്റാക്കിട്ട് പറയാം. ഗൈസ് മൊത്തം കറക്റ്റായി. ഇത്ര ഉള്ള പരിപാടി. ഓക്കെ ന്യൂട്ടൺ നമുക്ക് ഹായ് കാണിക്കണ്ട. ഇനി പിന്നെ വേണ്ടത് ഈ ഓയിൽ കൊടുക്കണം. ഓക്കെ ഓയോ എന്ത് എടാ നീ ഇത് നേരത്തെ പറയണ്ടായിരുന്നു. ഗൈസ് നമുക്ക് താഴെ പോയി എടുത്തോണ്ട് വരാം. പിന്നെ ഇത്ര നേരമായിട്ട് ഇത് പറയണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇവന് പറയേണ്ടത് ഈ ഇങ്ക് വേണമെന്നവന്. ഞാൻ പേടിക്കാൻ കൊള്ള കേട്ടോ. ഓക്കെ സ്റ്റോപ്പ്. ഓക്കെ നീ ന്യൂട്ടനെ എടുക്കത്തില്ലല്ലോ. ന്യൂട്ടൻ്റെ അടിയിൽ സാധനമുണ്ട്. അത് എന്താ ഈ കഥ തുറക്കണം. അപ്പോൾ ഈ കഥ തുറക്കാൻ വേണ്ട. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ന്യൂട്ടനെ ഇവിടുന്ന് എൻ്റെ പൊന്നോ എന്ത് തൊട്ടേലും പിടിച്ചതിനൊക്കെ പരസ്യം വരും. ഓ എടാ ഇതെനിക്കിപ്പോൾ മനസ്സിലായി. ഇത് വിടണം കേട്ടോ. എനിക്ക് ഇവിടെ ഇതെന്താ ബുക്കൊക്കെ ഇവിടെ ഇത് തുറക്കണം. അതെ ഈ ഡോർ
ബസ് സ്റ്റോപ്പ് എടുത്തിട്ട് അവിടെ കൊണ്ടുവെക്കണം. ഏതാണ് ചുമ്മാ തന്നെ ഇതിന് 10 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവ വാ. ഇനി ന്യൂട്ടനെ കൊണ്ട് അയ്യോ ഓക്കെ, ന്യൂട്ടനെ ഇവിടെ കൊണ്ടുവെക്കണം അല്ലേ? ഇവിടെ അല്ലേ? വേറെ എവിടെയാ? അപ്പുറം കണ്ട് കൊണ്ടുവെക്കണം. ആ ഇവിടെ തന്നെ, ഇവിടെ ന്യൂട്ടനെ വെക്കണം. എന്നിട്ട് മറ്റേ ആ സാധനം എടുത്ത് ഫിറ്റ് ചെയ്യണം. അല്ല, അത് ഇവിടെ കിടപ്പില്ലേ? ബൂസ്റ്റർ. ഓക്കെ, അതിവിടെ വെച്ചു. ഓക്കെ, സെറ്റ്. ന്യൂട്ടന് പറക്കാൻ പറ്റും. ഓ, ന്യൂട്ടന് സന്തോഷമായി. ഓക്കെ, ഇനി നമ്മൾ ഇതെന്താ? അയ്യോ, ഭൂമിയിൽ ലിഫ്റ്റ്. ഓ ഹായ്, ഹെൽപ്പ് ന്യൂ റിപ്പയർ ദ എലവേറ്റർ. ന്യൂട്ടനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഈ എലവേറ്റർ റിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് പോയിരിക്കണം. ഓ, റെഞ്ച് ആണ്. ഇത് ഹാമറല്ലേ? അതെന്താ? റെഞ്ച് എവിടെയാടാ? റെഞ്ച് ഇട്ടി. എന്നാ ന്യൂട്ട് റെഞ്ച്. ഇവിടെ ഹാമറായിരുന്നു ചെയ്യുന്നത്. ഹാമർ ഇവിടെ എടുത്തേക്കാം. ഹാമർ ഇവിടെ ഇരുന്നോട്ടെ. പിന്നെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് തപ്പണം. ന്യൂട്ട് പാട്ട് പാടിക്കൊണ്ട് അതെല്ലാം ഫിറ്റ് ചെയ്തു. ഇനി ഏതാ വേണ്ടേ? ഇങ്ക്. ഓയിൽ. അതെ, ഈ ഓയിൽ വേണം അവന്. പിന്നെന്താ വേണ്ടേ? എന്നതാ? ഹാമറ. ഓക്കെ, ഇനി സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. ന്യൂട്ടിൻ്റെ പാട്ടോട് നമുക്ക് കുറച്ച് നേരം ചാടാം. അതിനകത്ത് ചാടാൻ പറ്റില്ലല്ലോ അല്ലേ? അയ്യോടാ, ബേബിയുടെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ പേടിച്ചു. ഇനി ബേബി ഒന്നും വരില്ലായിരിക്കും അല്ലേ? അതെന്താ ബേബി വന്നാ? അതെ വന്നു. എടാ, എൻ്റെ നാക്ക്. ഇപ്പൊ പരസ്യം വരും. ഗൈസ്, ഇനി അടുത്തത് ലബോറട്ടറി ആണ് കേട്ടോ. അത് നമുക്ക് അടുത്ത പാർട്ടി ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് ഞാൻ എൻ്റെ പീസിലായിരിക്കും കളിക്കുന്നത്. ബേബിനല്ല, വേറെ ഗെയിം റോബ്ലോക്സിൻ്റെ പീസിൽ ഞാൻ കളിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോക്ക് അപ്പോൾ എല്ലാവർക്കും ബൈ.